മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെടുങ്കായം വനം ഡിപ്പോയ്ക്ക് സമീപം പുലിയെ കണ്ടു. പാറപ്പുറത്ത് കിടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബേക്കറി പലഹാരത്തിലെ കടലത്തുണ്ടയിൽ കുടുങ്ങി മലപ്പുറം കൊണ്ടോട്ടിയിൽ 3 വയസ്സുകാരൻ മരിച്ചു. കുന്നുംപുറം ചെങ്ങാനി കാരാട്ടുലുങ്ങൽ വെള്ളക്കാടൻ മുനീറിന്റെ മകനായ മുഹമ്മദ് റിസാനാണ് മരിച്ചത്. ചേലക്കടവ് മേഖലയിൽ കർഷകരുടെ 300 കമുകുകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള കർഷക സംഘം എടക്കര ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ മലപ്പുറം ജില്ലാതല അദാലത്ത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ അംഗം VR മഹിളാമണി അദാലത്തിന് നേതൃത്വം നൽകി. മലപ്പുറം ജില്ലയിലെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും വനിതകളുടെ സമഗ്ര പുരോഗതിയിൽ രാജ്യമേറെ മുന്നോട്ടു പോകുന്നതിൽ ജില്ലയുടെ പങ്ക് വലുതാണെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ. വാർത്തകൾ വിശദമായി. നെടുങ്കായം വനം ഡിപ്പോയ്ക്ക് സമീപം പുലിയെ കണ്ടു. പാറപ്പുറത്ത് കിടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബേക്കറി പലഹാരത്തിലെ കടലത്തൊണ്ടയിൽ കുടുങ്ങി മലപ്പുറം കൊണ്ടോട്ടിയിൽ 3 വയസ്സുകാരൻ മരിച്ചു. കുന്നുംപുറം ചെങ്ങാനി കാരാട്ടാലുങ്ങൽ വെള്ളക്കാടൻ മുനീറിന്റെ മകനായ മുഹമ്മദ് റിസാനാണ് മരിച്ചത്. വെള്ളക്കാടൻ മുനീർ ഫർസീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് റിസാൻ തിങ്കളാഴ്ച രാവിലെ ഭക്ഷണത്തിന് ശേഷം വീട്ടിലിരുന്ന് ബേക്കറി പലഹാരമായ മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ അതിലെ കടല കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കടവ് മേഖലയിൽ കർഷകരുടെ 300 കമുകുകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള കർഷക സംഘം എടക്കര ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കമുക് നട്ട് നനച്ച് സംരക്ഷിച്ചു വലുതാക്കിയെടുക്കുവാൻ കർഷകന്റെ അധ്വാനവും കഷ്ടപ്പാടും കാണാത്ത ഇക്കൂട്ടരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാൻ കർശന നടപടിയുണ്ടാവണം. ഉദുംകുഴിയിൽ OP വർഗീസ്, OG ജേക്കബ്, കിടാരക്കുഴി, KT വർഗീസ് എന്നിവരുടെ തോട്ടമാണ് നശിപ്പിച്ചത്. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടിക്കുവാനും നഷ്ടപരിഹാരം ലഭ്യമാക്കുവാനും സുരക്ഷിതമായി തുടർന്നും കൃഷി ചെയ്യുവാനും അധികാരികൾ കർശന നടപടി സ്വീകരിക്കണം. കേരള കർഷക സംഘം ഏരിയ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചു. വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ നിന്നും സംരക്ഷിച്ച് വളർത്തിയ കൃഷിയിടങ്ങൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ കർഷക സംഘം പ്രതിഷേധിച്ചു. ഏരിയ സെക്രട്ടറി AT റെജി, ഏരിയ പ്രസിഡന്റ് VK ഷാനവാസ്, പഞ്ചായത്ത് സെക്രട്ടറി CA ചന്ദ്രൻ, പ്രസിഡന്റ് അനൂപ് K എബ്രഹാം, മുഹസിൻ പാണക്കാടൻ, എബി ഉദുംകുഴി, EK അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ മലപ്പുറം ജില്ലാതല അദാലത്ത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ അംഗം VR മഹിളാമണി അദാലത്തിന് നേതൃത്വം നൽകി. അദാലത്തിൽ കമ്മീഷന്റെ പരിഗണനയ്ക്ക് വന്ന 30 പരാതികളിൽ 6 പരാതികൾ പരിഹരിച്ചു. ഒരു പരാതിയിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തുകളിൽ തുടർ നടപടികൾക്കായി പരിഗണിക്കും. വനിതാ കമ്മീഷന്റെ അടുത്ത അദാലത്ത് ജൂലൈ 23 നടക്കും. മലപ്പുറം ജില്ലയിലെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും വനിതകളുടെ സമഗ്ര പുരോഗതിയിൽ രാജ്യമേറെ മുന്നോട്ടു പോകുന്നതിൽ ജില്ലയുടെ പങ്ക് വലുതാണെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. ലോക നൈപുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിപോഷിപ്പിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ സംരംഭകത്വ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാനന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിലെ സ്ത്രീ തൊഴിലിടങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. 21 മേഖലകളിലായി 1800ഓളം പേർക്കുള്ള പരിശീലനം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുതിർന്നവരെ പരിചരിക്കുന്ന കെയർ ഗീവർ കോഴ്സ് ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ റഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. JSS ഡയറക്ടർ V ഉമ്മർ കോയ, വാർഡ് കൌൺസിലർ നജ്മ ഷബീർ, ജില്ലാ സഹകരണ ആശുപത്രി സെക്രട്ടറി സഹീർ കാലടി, പ്രോഗ്രാം ഓഫീസർ ദീപ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ നൈപുണ്യ മത്സരങ്ങൾ നടന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITU നിലമ്പൂർ യൂണിറ്റ് കൺവെൻഷൻ നടത്തി. YMCA ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി S സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തിൽ നിന്ന് പണിയിറങ്ങുന്ന നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ യാത്രയും വേണ്ടി പോകുമ്പോൾ അവിടെയെല്ലാം മനസ്സിലുണ്ടായിരുന്നത്, അവിടെയെല്ലാം മുഖത്ത് തെളിച്ചു നിന്നത് ഒരു 2 വർഷം കൂടെ നീട്ടി കിട്ടിയതെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒരു കഥ പറഞ്ഞതോടുകൂടിയാണ് അവർ ഈ മെയ് ഏപ്രിൽ മാസങ്ങളെല്ലാം വിരമിച്ച നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ മനസ്സിലുണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യവസായ രംഗമുണ്ടായ ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് വിരമിക്കുന്നവർ 1 വർഷം കൂടെ നീട്ടി കിട്ടിയതെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് അതിന് കഴിയാതെ ദുഃഖത്തോടൊക്കെ പോകുന്ന ഒരു കാഴ്ചയിലോട്ട് നമ്മുടെ സ്ഥാപനത്തെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജയമായി ഞാൻ കാണുന്നത്. റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KP രാജേഷ് അനുശോചന പ്രമേയവും V സേതു രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. സജൽ ബാബു യൂണിറ്റ് റിപ്പോർട്ടും P സിദ്ദിഖ് കണക്കവതരണവും നടത്തി. PK ഉസ്മാൻ, B രാജേഷ്, പ്രദീപ് കുമാർ, P ശിവാത്മജൻ, മാത്യു കാരാംവേലി തുടങ്ങിയവർ സംസാരിച്ചു. പങ്കിട്ട ഭാവിക്കായുള്ള കഴിവുകൾ എന്ന സന്ദേശം മുന്നോട്ട് വെച്ച് ലോക നൈപുണ്യ ദിനം പാലാട് OEM സ്കൂളിൽ വിപുലമായി ആഘോഷിച്ചു. കുട്ടികളിലെയും യുവാക്കളിലെയും സാമൂഹിക വൈകാരിക കഴിവുകൾ പരിപോഷിപ്പിക്കാനും പുതിയ കാലത്തേക്ക് അവരെ സജ്ജരാക്കാനുമാണ് ദിനാചരണം നടത്തിയത്. വിദ്യാലയത്തിലെ KG വിഭാഗം മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ തയ്യാറാക്കിയ കൗതുക വസ്തുക്കൾ, മോഡലുകൾ, ചാർട്ടുകൾ, പരീക്ഷണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനം സ്കൂൾ മാനേജർ അബ്ദുള്ള ഇസാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഷിജു വർക്കി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ശ്രീ അഷ്റഫ്, അധ്യാപകരായ മുഹമ്മദ് ഇഹ്സാൻ VM, തൗഫീർ M, മുഹമ്മദ് ആഷിഖ് A, മുഹമ്മദ് നാസിഫ്, അരുൺകുമാർ S തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.